Welcome to Srinarayana Guru Open University degree classes. Today we are going to discuss the third unit of first block of types of communication. The paper Introduction to Mass Communication. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്ന ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ബ്രോഡായിട്ട് ചില ക്ലാസിഫിക്കേഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതില് മാസ് മീഡിയയുടെ മാസ് കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ അതില് ഒന്നാമത്തേത് മീഡിയത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ മീഡിയം. സോ മീഡിയം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ വെർബൽ, നോൺ വെർബൽ, റിട്ടൺ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ നാലായിട്ട് തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് മീൻസ് സ്പോക്കൺ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഫേസ് ടു ഫേസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ടെലിഫോണിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ബൈ യൂസിങ് വേർഡ്സ്. ദെൻ ഇതിന്റെ എക്സാമ്പിൾ ഇന്റർവ്യൂസ്, മീറ്റിംഗ്സ്, ഫോൺ കോൾസ്, ഇതെല്ലാം ഇതിന്റെ സാധാരണ നമ്മളുടെ രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. Here we are using gestures or other than of verbal communication. Verbal അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ജസ്റ്റേഴ്സോ ബോഡി ലാംഗ്വേജോ അതുപോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഈവൻ നമ്മുടെ പോസ്ചർ പോലും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിൽപ്പ് എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് അത് നമ്മുടെ ആ ഒരു സ്റ്റേറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഐ കോണ്ടാക്ട്, സ്മൈൽ, ജസ്റ്റ് ഗെയ്സിങ്, ലുക്കിംഗ്, ഇതെല്ലാം തന്നെ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷനിലെ ഇമെയിൽസ്, ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള എഴുതിയ മാർഗത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംഗതികളെയൊക്കെ നമുക്ക് എന്ത് പറയാം? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് ഇമേജസ്, ഇമോജീസ് എക്സെട്ര. സോ ഇവിടെ നമുക്ക് വീഡിയോസ്, ചാർട്ടുകള്, സൈൻ ബോർഡുകള്, ഇതെല്ലാം തന്നെ നമുക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസിൽ പറയാനായിട്ട് പറ്റും. ഒരു സൈൻ ബോർഡ് നമ്മളോട് ചെറിയൊരു ചിത്രം, ഒരു വലിയ ആശയം തന്നെ നമ്മളോട് കൺവേ ചെയ്യുന്നുണ്ട്. സോ ഇതും ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ടൈപ്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തേത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് എ സെൽഫ് ടോക്ക്. നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ റിഫ്ലക്ഷൻസ് ആവാം, തോട്ട്സ് ആവാം, ഇതൊക്കെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. ദെൻ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ ഒക്കെ വ്യക്തികൾക്കിടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസിനെ, ഇന്ററാക്ഷൻസിനെ ഒക്കെ നമുക്ക് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. സോ ഒരു കോൺവെർസേഷൻ, ഫ്രണ്ട്സ് തമ്മിലുള്ള കോൺവെർസേഷൻ, ഇതിനെയൊക്കെ നമുക്ക് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് മറ്റൊന്ന്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ആൻ ഇന്ററാക്ഷൻ വിതിൻ ദ ഗ്രൂപ്പ്. അതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ആണ് മറ്റൊന്ന്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സ്പീക്കർ ഒരുപാട് പേരെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതിന് നമുക്ക് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ദെൻ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയറക്ഷൻ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷന് വീണ്ടും മൂന്നായിട്ട് അപ്വേർഡ്, ഡൗൺവേർഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നൊക്കെ നമ്മൾ തരംതിരിക്കാറുണ്ട്. സോ അതും കൂടി നോക്കാം. അതായത് ബേസ്ഡ് ഓൺ ഡയറക്ഷനിൽ ഫസ്റ്റ് വൺ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പേരിലുണ്ട്, ഇത് മുകളിലേക്ക് അല്ലെ. സോ ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയർ ഓഫീസർക്കോ അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ആളിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു ആശയം. ഉദാഹരണത്തിന് ഒരു എംപ്ലോയി അയാളുടെ ഫീഡ്ബാക്ക് അയാളുടെ മാനേജറെ അറിയിക്കുന്നത് എന്താണ്? അതൊരു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു മാനേജർ
എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു കമാൻഡ്. സോ ഇവിടെ നമുക്ക് ഒരു കോമൺ ഫീച്ചർ കാണാനായിട്ട് പറ്റും. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ബെഗിങ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നമുക്ക് അങ്ങോട്ട്, അതായത് ഉയർന്ന ആൾക്ക് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഉയർന്ന ആളോടുള്ള ഒരു റിക്വസ്റ്റ് നേച്ചർ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. എന്നാൽ തിരിച്ചുള്ളത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന് എപ്പോഴും ഒരു കമാൻഡ് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. റിക്വസ്റ്റും ഇവിടെ കമാൻഡ് ആണ് ഉണ്ടാകുന്നത്. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പിയർ ഇൻഡിവിജ്വൽസിനിടയിലുള്ള, ഇപ്പോൾ നമ്മുടെ കൊളീഗ്സിനോട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഒരേ സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പിയർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഒരു അക്രോസ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം ഇതൊരു പ്രോജക്റ്റിന്റെ കോർഡിനേഷനെ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ പറയാൻ പറ്റും. കാരണം ഒരു പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആ ഒരു കമ്പനിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ ഒന്നിച്ചു ചേർത്തിട്ടുള്ളതായിരിക്കും ഒരു പ്രോജക്റ്റിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു തരത്തിലുള്ള ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ബേസ്ഡ് ഓൺ പേർപ്പസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ വീണ്ടും പലതായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തേത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വളരെ ഫോർമലായിട്ട് റൂൾസും അല്ലെങ്കിൽ അതിന് ചില സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമ്മൾ ഫോർമൽ ആയിട്ട് ഒരു ലെറ്റർ എഴുതുന്നതിന് ഒരു കൃത്യമായ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടേ അത് എഴുതാൻ പറ്റൂ. അപ്പൊ ആ രീതിയിലുള്ള വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെറ്ററോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടോ ഒക്കെ നമുക്ക് ഫോർമൽ എന്ന് പറയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും അതിന്റെ അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് ഒബിയസ്ലി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ എന്ന് പറയുന്നത് കാഷ്വൽ ടോക്ക്, അല്ലെങ്കിൽ അതില് നമുക്ക് പ്രത്യേകമായിട്ടുള്ള നോ ഒഫീഷ്യൽ സ്ട്രക്ചർ. അപ്പൊ അതൊരു ഫ്രണ്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കൊളീഗ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി ബേസ്ഡ് ഓൺ ടെക്നോളജി ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനെ തിരിക്കാനായിട്ട് സാധിക്കും. രണ്ടായിട്ട് തിരിക്കാം. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അസിങ്ക്രണൽ കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കും. സോ സിങ്ക്രണസ് മീൻസ് ഒരു റിയൽ ടൈം ഇന്ററാക്ഷൻ ആണ് ഇവിടെ പോസിബിൾ ആകുന്നത്. വീഡിയോ കോള്, ലൈവ് ആയിട്ടുള്ള ചാറ്റുകൾ, ഇതെല്ലാം സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടൈം ഡിലേഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അതായത് നമ്മളൊരു ഈ ഒരു ഇമെയിൽ ഒക്കെ അയക്കാലോ, ഒരു ഇമെയിൽ അയക്കുന്നത് നമ്മൾ അയച്ചിടുന്നു, അത് പിന്നീട് അല്ലെങ്കിൽ ഒരു റെക്കോർഡഡ് നോട്ട് നമ്മൾ അയക്കുന്നത് എന്താ, അത് കുറച്ചു നേരം, അത് നമ്മൾ ആ സംസാരിക്കുന്ന സമയം ലൈവ് അല്ല അവിടെ സംഭവിക്കുന്നത്. സോ ദിസ് ഇസ് അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഒരു എസ്എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഷെയറിംഗ് ഇൻഫോർമേഷൻ, ഐഡിയാസ് ആൻഡ് മെസ്സേജസ് ടു എ മാസ് ഓർ എ ലാർജ് ഓഡിയൻസ്. നമുക്കൊരു ലാർജ് ഓഡിയൻസിന് നമ്മളൊരു മെസ്സേജോ ഒരു ഐഡിയോ ഒക്കെ കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ മാസ് കമ്മ്യൂണിക്കേഷന്റെ ചില മെത്തേഡ്സ് അല്ലെങ്കിൽ അതിന്റെ ചില ടൈപ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രിന്റ് മീഡിയ ആണ്. പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ് വരുന്നുണ്ട്, മാഗസിൻസ് വരുന്നുണ്ട്, ബുക്സ്, പാംലെറ്റ്സ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രിന്റഡ്, അതായത് പ്രിന്റ് ചെയ്തിട്ടുള്ള സംഗതികൾ, ബുക്കുകൾ രീതിയിലുള്ള സംഗതികൾ. ദെൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ടെലിവിഷൻ വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, അതുപോലെ അങ്ങനെയുള്ള TV, റേഡിയോ ഒക്കെ വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ആണ് ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഒരു ഓഡിയൻസിൽ എത്തിച്ചേരുന്നത്. ദെൻ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ആണ് മറ്റൊന്ന്. വെബ്സൈറ്റുകളും വ്ളോഗുകളും സോഷ്യൽ മീഡിയ, അതുപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഇപ്പോൾ യൂട്യൂബ്, സ്പോട്ടിഫൈ, അതുപോലെ നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇത്. ഇനി അതുപോലെ പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ട്, ഓഡിയോ ബേസ്ഡ് സീരീസ് ഒക്കെ വരുന്നത് ഈ ഒരു മീഡിയയിലാണ്. ദെൻ മറ്റൊന്നാണ് ഔട്ട്ഡോർ മീഡിയ ആണ്.
ഔട്ട്ഡോർ മീഡിയയിലാണ് ബിൽ ബോർഡ്, അതായത് ലാർജ് ഡിസ്പ്ലേകൾ, അഡ്വർടൈസിങ് ബോർഡുകൾ, നമ്മൾ ഈ ചില സ്ക്രീനിൽ പരസ്യങ്ങളൊക്കെ പ്ലേ ചെയ്തു പോകുന്ന ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. റോഡിലൂടെ വാഹനങ്ങളിൽ വലിയ സ്ക്രീനുകൾ പ്രൊജക്ട് ചെയ്തിട്ട് അതിൽ പരസ്യങ്ങളൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ബിൽ ബോർഡ് എന്നാണ് അതിനെ പറയുക, ബിൽ ബോർഡ്. ദെൻ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്ലെയേഴ്സും ഒക്കെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി മറ്റൊന്നാണ് ഫിലിംസും സിനിമകൾ എന്ന് പറയുമ്പോൾ അതൊരു എഡ്യൂക്കേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആണ്. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ആശയത്തെ മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു ലാർജ് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യുന്നതാണ് ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മൂവീസ് ഉണ്ടാകും, അല്ലെങ്കിൽ സീരീസ്, വെബ് സീരീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സിനിമ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ മറ്റൊന്നാണ് ഇവന്റുകൾ, പബ്ലിക് ഇവന്റുകളും പബ്ലിക് ക്യാമ്പയിനിങ്ങുകളും നടത്തുന്നത്. ഇപ്പൊ പബ്ലിക് സ്പീച്ച്, നമുക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ വന്നിട്ട് നടത്തുന്ന ഒരു സ്പീച്ച്, അതുപോലെ തന്നെ ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ പല മേളകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഒരു മാസിനെ, വലിയ ഒരു ജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. മാസിനെ, അതായത് കുറെ ജനങ്ങളെ ഒന്നിച്ച് നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വി ആർ പാസിംഗ് ആൻ ഇൻഫർമേഷൻ. ഇത്രയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ടെലി കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് മറ്റൊന്ന്. അതായത് ടെലി കമ്മ്യൂണിക്കേഷനിൽ SMS-ഉം MMS-ഉം ഒക്കെ, വാട്സപ്പ് മെസ്സേജ്, മൊബൈൽ ആപ്പുകളൊക്കെ വഴി നമ്മൾ മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്, കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.